ബിഗ് ബോസ് സീസൺ 6 മലയാളം എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു വൻകിട കോർപ്പറേറ്റ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പരിപാടിയെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സീസണുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഒരു പ്രോഗ്രാമിനെയോ ഒരു ചാനലിനെയോ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും വേണ്ടി ചെയ്യുന്ന ഒരു സാധനമല്ല. ഈ ഒരു നാട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് ജനിച്ചത് കൊണ്ട് തന്നെ ഒരു പരിപാടി കാണുമ്പോൾ അതിനെപ്പറ്റി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് പറയാം, അഭിപ്രായം പറയാം എന്നുള്ളൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ആരെയും കരിവാടി തേക്കാനോ അതിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ അതിന്റെ പുറകെ ഇറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മുടെ റോക്കി ബായ് സിജോയ്ക്കിട്ട് ഇടി കൊടുത്തപ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമായി. അതിനെ വെച്ച് നമ്മുടെ പുറത്ത് ഈ അടുത്തൊരു ചേട്ടൻ കുറച്ചായി, എനിക്ക് 1.5 മാസം മുമ്പ് ഒരു ചേട്ടൻ കൊണ്ട് കേസൊക്കെ കൊടുത്തായിരുന്നു. എവിടെയാ കേസ്? ഇന്ന് നിർത്തും, നാളെ നിർത്തും, മറ്റന്ന് നിർത്തും ബിഗ് ബോസ് എന്നൊക്കെ ഇവിടെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നിർത്തിയോ? ഇന്ന് 90ാമത്തെ എപ്പിസോഡാ. നിർത്തിയോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. ഒന്നും നടക്കാൻ പോണില്ല. അതെനിക്കും അറിയാം. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയും. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ജനങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന നമ്മളെ മണ്ടന്മാരാക്കുന്ന, അവിടെ വരുന്ന കണ്ടസ്റ്റൻസിന്റെ മാനസിക നില തെറ്റിക്കാൻ സാധ്യതയുള്ള, അതുപോലെ തന്നെ ചില ആളുകളുടെ ചില കണ്ടസ്റ്റൻസിന് നല്ല ജീവിതം, മുന്നോട്ട് നല്ലൊരു ജീവിതം കൊണ്ടുതരാൻ സാധ്യതയുള്ള ചില ആളുകളുടെ ജീവിതം കീഴ്മേൽ മറിച്ച് നശിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു പരിപാടി എന്ന് വേണം ഈ ഒരു ബിഗ് ബോസിനെ പറയാൻ. എല്ലാ രീതിയിലും നല്ലതുകൊണ്ട്, നല്ല ഒന്നാന്തരമായിട്ട് ചീത്തയുണ്ട്. അതാണ് ഈ ഒരു പരിപാടി. ഇതിനകത്ത് ഫസ്റ്റ് നല്ലത് വേണോ ചീത്തത് വേണോ? ചീത്തത് കേൾക്കാനായിരിക്കുമല്ലോ എല്ലാവർക്കും ഇൻട്രസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അതിനകത്തുനിന്ന് തന്നെ തുടങ്ങാം. അതാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും ഒരു മുന്നേറ്റം. അതാണ് നമുക്ക് നെഗറ്റിവിറ്റിയും വഴക്കും കാണാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അതാണ് ഈ ഒരു പരിപാടിയുടെ മുന്നേറ്റം. അല്ലെങ്കിൽ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതാണ്. അങ്ങോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ഒരാളുടെ ലൈഫ് വെച്ച് പോകാം. ഇതിനു മുമ്പ് ഇതിനകത്ത് വന്നു പോയിട്ടുള്ള പേര് അവരുടെ പറഞ്ഞാൽ മോശമാവുമോ? വേണ്ട, ഞാൻ പേര് പരാമർശിക്കുന്നില്ല. എന്തോരം കണ്ടസ്റ്റൻസ് ഉണ്ടെന്നറിയോ? അവർ ഈ പരിപാടിക്ക് മുന്നേ, ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് അവരുടെ ലൈഫിൽ അവർ ഈ കലാപരമായി നിന്ന് മുന്നോട്ടേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പരിപാടികൾ കിട്ടിക്കൊണ്ടിരുന്നവർ ഇതിനകത്ത് പോയി അവർക്കൊരു നെഗറ്റീവ് ഫേസ് വന്നതിന് ശേഷം, പുറത്തിറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് അവർക്കൊരു ബിസിനസ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്ന പല ആളുകളുമുണ്ട്. കാരണം അവർക്ക് വേറെ പരിപാടികളില്ല. കലാപരമായിട്ട് മുന്നോട്ട് നിന്നവര് പിറകോട്ട് പോയി. എങ്ങനെ? ഇതിനകത്ത് വന്നു, ജനങ്ങളിലേക്ക് അവരുടെ ഒരു നെഗറ്റീവ് ഫേസ് പുറത്ത് അങ്ങനെ അറിഞ്ഞു അവര്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ ഒരു കലാപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറെ പേരുണ്ട്. കഴിഞ്ഞ സീസണിലെ അഖിൽമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറി. ഇന്ന് കാറുകൾ, മിനി കൂപ്പർ, ബെൻസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് അഖിൽമാരാണ്. ഇന്റർവ്യൂകൾ, ഇനാഗുറേഷൻസ്, ലക്ഷക്കണക്കിന് കാശുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വന്നില്ല എന്നൊന്നും അഖിലേട്ടൻ പറയരുത്. വന്നില്ലെങ്കിൽ അഖിലേട്ടൻ ഒരിക്കലും ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. അത് അഖിലേട്ടൻ നല്ലൊരു കാര്യമാണ്. ഞാൻ നിങ്ങളെ മോശം പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഇനി അങ്ങനെ പറഞ്ഞോണ്ട് വരരുത്. ഇറ്റ്സ് ഒരു പുള്ളിയുടെ ലൈഫ് മാറി. അതിന് ഈ ഒരു പരിപാടി കാരണമായി. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നല്ലൊരു കാര്യമാണ് അത്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ലൈഫ് നശിക്കാൻ കാരണമായത് ഈ ഒരു പരിപാടി തന്നെയാണ്. അതിനകത്ത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണാൻ പോവുകയാണ് ഇനി അധികം വൈകാതെ ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങോട്ട് കീഴ്മേൽ മറിഞ്ഞ് എന്തൊക്കെ ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസൺ തൊട്ട് ഇന്ന് 90ാം ദിവസമായി. എന്താണ് നമുക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത്? നമുക്ക് എന്ത് കണ്ടന്റ് ആണ് കിട്ടിയത്? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കൂടെ കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? നമുക്കെടുക്കാൻ എന്തെങ്കിലും ഒരു നല്ല സാധനം ഉണ്ടോ? നമുക്കെടുക്കാൻ, എനിക്ക് പേഴ്സണലി എടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ആകെ ജിൻഡോ ചേട്ടന്റെ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പോഴും പറയും. അത് പുള്ളി മറ്റേ ഗെയിമറോ തേങ്ങയോ ഒന്നുമല്ല. നേരെ മറിച്ച് ഒരു വ്യക്തി അതിനകത്ത് വന്നു, വളരെ മോശം കാര്യങ്ങൾ വായിന്ന് വീണോണ്ടിരുന്ന വ്യക്തിയുടെ മാറി ഉൾട്ടയായി പുള്ളി. ആ ഒരു സാധനം മാത്രമേ ഇത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ നിങ്ങളിപ്പോ പറയുമായിരിക്കും, പിന്നെ നിങ്ങൾ പറയുന്നല്ല ഞാൻ പറയും, പിന്നെ ആകെ കണ്ടന്റ് വന്ന് എവിടുന്നറിയോ? ജാസ്മിൻ ഗബ്രി ഒരു 60 ദിവസം ആ ഷോ സ്റ്റീൽ ചെയ്തത് അവര് തന്നെയാണ്. ഞാൻ വരെ നമ്മളിപ്പോ എല്ലാരും പറയും എന്തോന്നാണ് ഈ ജാസ്മിൻ കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ അവള് കാരണമല്ല ഇത്രയും ദിവസം ഓടിയത്. അവള് കാരണമല്ലേ ഓടിയത്? അതെ, വേറെ എന്തുണ്ടായിരുന്നു അതിനകത്ത്? അർജുൻ ശ്രീതു കോമ്പോയോ?
അർജുൻ ചെയ്തു. അർജുൻ ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂ അത് അധികം ആരും കണ്ടിട്ടില്ലെന്ന് തോന്നി. ഞാൻ വെളുപ്പാക്കാരത്തൊക്കെ കൊണ്ടിട്ട ഒരു സാധനമായിപ്പോയി, അതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും അത് വിടുക. അതിനകത്ത് ആകെ ഈ ഒരു സീസണിൽ പിന്നെ ഒരു എന്റർടൈനിങ് എന്തെങ്കിലും പരിപാടി കാണിച്ചാൽ ഇന്നലെയാണ് 89ാം എപ്പിസോഡിൽ അർജുന്റെ കുറച്ച് ആക്ട് ഉണ്ടായിരുന്നു. അത് അർജുന് ഗുണം ചെയ്യും. കാരണം ഇനി അർജുൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ആസ് ആൻ ആക്ടർ, മോഡലായിരുന്നു പുള്ളി, ഒരു ആക്ടറായിട്ട് പുള്ളിക്ക് ചിലപ്പോൾ അതിനകത്ത് ആ ഒരു സാധനം പുള്ളിക്ക് ഗുണം ചെയ്യും. അത് സിനിമയിലൊക്കെ ചിലപ്പോൾ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് നല്ല അഭിനയമായിരുന്നു അർജുന്റെ. ഉള്ളത് നമുക്ക് അതേപോലെ പറയണമല്ലോ. സോ അങ്ങനെ പുള്ളിക്ക് ഒരു ബെനിഫിറ്റ് ആയി. ആകെ ഈ ഒരു സീസണിൽ വന്നൊരു എന്റർടൈൻമെന്റ് അതാ. വേറെ എന്താ ഉള്ളത്? വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ആ രാജാവിന്റെ പരിപാടി കൊള്ളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരമൊന്നുമല്ല. ഇന്നലത്തെ അർജുന്റെ ആ ഒരു പരിപാടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല. ഈ രാജാവ് ടാസ്ക്, നാട്ടുരാജാവ് പരിപാടി ഒന്നും അർജുൻ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തു. വേറെ ആരുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും നല്ല സാധനം നമുക്ക് ഔട്ട് തന്നു എന്ന് പറയാവുന്ന? വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന് ഇറങ്ങിപ്പോയ നന്ദന, ഇല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സിജോ, ഇല്ലെങ്കിൽ അതിന് മുന്നേ പോയ ശ്രീരേഖ, കുറച്ച് അഭിനയം ഉണ്ടായിരുന്നു ശ്രീരേഖയുടെ, അത്രയൊക്കെ ഉള്ളൂ. യമുന എന്തെങ്കിലും തന്നോ? റോക്കി ബായ് തന്നോ നമുക്ക്? എനിക്കറിയത്തില്ല, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെ വലുതായിട്ട് നമുക്ക് ടേക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ എന്റർടൈനിങ് ആക്കാവുന്ന എന്തെങ്കിലും കാണിച്ചെന്ന്. ഇതാണ് ഈ ഒരു സീസണിൽ നടന്നത്. പക്ഷേ എന്ത് TRP റേറ്റിംഗ് ആണ്! എന്തൊരു ആൾക്കാരാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തെ പറ്റി. എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു? ജാസ്മിൻ കാണിച്ച പരിപാടികൾ, ജാസ്മിന്റെ ചേഷ്ടകൾ. അവൾ കുളിക്കില്ല, അവൾ നനയ്ക്കില്ല, അവൾ കാല് മറ്റേ വായ വെച്ച് കടിച്ചു. ഇതൊക്കെ നമുക്ക് സംസാരിക്കാൻ, നമുക്ക് നെഗറ്റീവ് സംസാരിക്കാൻ, പുറത്ത് ജനങ്ങളെ എന്റർടൈൻ ചെയ്യാൻ ആ ചാനലിന് പറ്റി. എന്റർടൈൻമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡിസ്കസ് ചെയ്യാൻ, ആ ഒരു പരിപാടിയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ആളുകൾക്ക് ഈ ഒരു സാധനം ഇട്ട് കൊടുത്തു ആ ചാനല്. അതിനാണ് അവർ, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പേ ഈ ഓരോ കണ്ടസ്റ്റൻസ് അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഈ കണ്ടസ്റ്റൻസിനെ പറ്റി നല്ല രീതിയിൽ ഒരു തിരക്കുമല്ലോ. അങ്ങനെ തിരക്കിയപ്പം ചിലപ്പോൾ ഇവർ അറിഞ്ഞു കാണും ജാസ്മിൻ ഇങ്ങനത്തെ ഒരു ജാസ്മിനെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ജാസ്മിൻ. ഒരു നിമിഷം അത് എനിക്ക് മനസ്സിലാവും, കാരണം ഞാനും കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ എനിക്ക് മനസ്സിലാവും പെട്ടെന്ന്. സോ പക്ഷെ ഒരു ജാസ്മിൻ കാണിക്കുന്ന അത്രയ്ക്കൊന്നും എനിക്കൊന്നും പറ്റത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, ഇത്രയും ദിവസം നടന്നതിനകത്ത് ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു നിമിഷം ജാസ്മിന്റെ കയ്യോ കാലോ അടക്കി വെക്കാനൊന്നും പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് അറിയാം അവരിൽ നിന്ന് എന്താണ് ഔട്ട് കിട്ടാൻ പോകുന്നത്. ആ ഔട്ടിനെ അവർ മാക്സിമം വിറ്റ് കാശാക്കുന്നു. മാർക്കറ്റിംഗ്, അറ്റ് ദ എൻഡ് മാർക്കറ്റിംഗ്. അത്രേ ഉള്ളൂ. എൻ്റെ മോൾ ഷൈനും ഏഷ്യാനും ഒക്കെ ഈ ഒരു പരിപാടി അത്രേ ഉള്ളൂ. അവർക്ക് ഞാൻ വരെ നമ്മൾ ഈ കാണുന്ന ആളുകളിലേക്ക് ആറ്റംബർഗ്, അതുപോലെ തന്നെ അങ്ങനെ ഇവരുടെ ആ ഒരു ബ്രാൻഡുകൾ, ഇവരതിനകത്ത് കൊടുക്കുന്ന പരസ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ തലയിലോട്ട് കയറുക. മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് ഇറക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പരിപാടി കാരണം. അത്രേ ഉള്ളൂ ബേസിക്കലി പറയുകയാണെങ്കിൽ. പിന്നെ ഇതിനകത്തുള്ള ഇപ്പൊ ഈ ജാസ്മിന്റെ ഒക്കെ കേസ് ഞാൻ പറയാൻ കാരണം, ജാസ്മിൻ ഓൾറെഡി കുറച്ച് നെഗറ്റീവ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ജാസ്മിൻ ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കുളിക്കത്തില്ല എന്നൊക്കെ അവള് തന്നെ പറയുന്നു. അതൊക്കെ പോട്ടെ, ഗബ്രിയുമായിട്ട് കാണിച്ചതും പോട്ടെ. അതൊരു നമ്മുടെ നാട്ടിൽ ഇന്ന് ലൈക്ക് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണ് ആണ് അങ്ങനെ ഒരു പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുമായിട്ട് മാത്രമേ ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പറ്റുള്ളൂ, ആണുങ്ങൾക്ക് ആണുങ്ങൾ അങ്ങനൊന്നും ഇല്ല. എന്തും ചെയ്യാം. വാട്ട് എവർ ലിവിങ് റിലേഷൻസ് ഇന്ന് ഭയങ്കരമായിട്ടുണ്ട്. സോ ആ ഒരു സാധനം ഉള്ള നാട്ടിൽ അവരാ ചെയ്യുന്നതിനും നമുക്ക് വലുതായിട്ടൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ജാസ്മിന്റെ കേസിൽ നമുക്ക് അത് മാത്രമല്ല കിട്ടുന്നത്. ജാസ്മിൻ കാണിക്കുന്ന ചേഷ്ടകൾ, അവളുടെ വായിന്ന് വരുന്ന വാക്കുകൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അടുപ്പിക്കാൻ തോന്നുന്നില്ല. ഇവിടെ ആ ഒരു സാധനമാണ് ഒരു പകുതി മുക്കാൽ പേർക്കും ഇന്ന് പുറത്ത് കിട്ടുന്നത്. പിന്നെ എന്തുകൊണ്ട് അവൾ അതിനകത്ത് നിന്ന് പോകുന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. ആ ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയട്ടെ. ഏതൊരു പോൾ ഇട്ടാലും നമ്മുടെ ജാസ്മിൻ, ജിൻഡോ, സിജോ അങ്ങനെ വെച്ചൊരു പോൾ ഇട്ട് കഴിഞ്ഞാൽ സിജോ, നമ്മുടെ ജിൻഡോ ചേട്ടനാണ് എന്താണെങ്കിലും വോട്ട് കൂടുതൽ. അതിന് ശേഷം വരുന്ന ഒരു വ്യക്തി ജാസ്മിൻ തന്നെ. എന്തുകൊണ്ട് ജാസ്മിൻ വരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു സൈഡും കൂടെ ഇപ്പുറത്തെ ഒരു സൈഡും കൂടെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. കാരണം വേറെ ഒന്നുമല്ല, കണ്ടന്റ്. ഇത്രയും നാൾ ഓടിയത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം. അത് മനസ്സിലാകുന്ന ആളുകൾ അവൾക്ക് ഇനിയും വോട്ട് കൊടുക്കും. മനസ്സിലായോ? അവളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ ഉള്ളത് കൊണ്ടാണ് ഇത്ര ഓടിയത്. അതുകൊണ്ട് അവൾ നിന്നേ പറ്റുള്ളൂ അതിനകത്ത്. അതുകൊണ്ട് അവൾ നിർത്തും. അതുകൊണ്ട് നമ്മളാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വോട്ട് കൊടുത്തേ പറ്റുള്ളൂ അവൾക്ക്. കാരണം ഇത്ര നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് വല്ലതും കാണാൻ പറ്റും. എങ്ങനെ എത്ര പെട്ടെന്ന് പോയി എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് സീസൺ പെട്ടെന്ന് പോയി. അതിനകത്ത് പകുതി മുക്കാലും സ്റ്റീൽ ചെയ്ത് ജാസ്മിന്റെ ആ ഒരു വൃത്തികെട്ട പരിപാടികൾ കാരണമാണ്. പിന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ, ബാക്കി എല്ലാവരും. ഇപ്പം ഋഷിയുടെ കേസിലോട്ടൊന്ന് പോയി നോക്കുക. ഋഷിയുടെ കേസിലോട്ട് പോകാൻ കാരണം അതിനകത്ത് വരുമ്പോഴത്തേക്ക്
ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി വരുമ്പോഴത്തേക്ക് ചില ആളുകൾ, ഋഷിയെ പോലുള്ള ആളുകൾ ഭയങ്കര അറ്റാച്ച്ഡ് ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ്, ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമാണ്. ഋഷിക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ കൊച്ചിനെ അങ്ങനെ വേണമെങ്കിൽ വെക്കാം. ജാസ്മിൻ കൊച്ചു 24 മണിക്കൂറും വീട്ടിലിരുന്ന് വീട്ടുകാരുമായിട്ട് ഫുൾ ടൈം, അവളൊരു യൂട്യൂബർ ആണ്, അതുപോലെ തന്നെ അത് മേക്കപ്പ്, അപ്പൊ കൂടുതൽ വീട്ടിലിരുന്ന് ഓരോ പരിപാടികളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അവൾക്ക് എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. സോ ഈ ഒരു പരിപാടിയിലേക്ക് ഇവർ കൊണ്ടുവരുമ്പോഴും അതായിരിക്കും നോക്കിയത്. അങ്ങനെ ഒരാൾ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ, അവൾ ഇങ്ങനത്തെ സാധനങ്ങളിൽ പോയി വീണേക്കാം, ഒരു കോംബോയിലേക്ക് പോയി വീണേക്കാം, ഇതൊക്കെ അവർ ചിലപ്പോൾ തിങ്ക് ചെയ്ത് കാണും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ജാസ്മിനെ കൊണ്ടിട്ടു. ജാസ്മിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടി, അങ്ങനെ ഒരാൾ വേണമെന്ന് തോന്നിയപ്പോൾ കിട്ടിയത് ഗബ്രിയെ. അതിനകത്ത് അവക്കത് മര്യാദയ്ക്ക് ആ ഒരു സാധനം എന്താണെന്ന് ജനങ്ങളോട് പറയാൻ പറ്റിയില്ല. ഫ്രണ്ട്ഷിപ്പാണോ റിലേഷനാണോ അത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞത് അത് ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അത് പുറത്ത് വേറൊരു പയ്യൻ, ഇത് ഞാൻ പറയുന്നില്ല, അവനെ നിർത്തിയിട്ട് അവൾ അതിനകത്ത് എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, ഇഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ നോക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നെഗറ്റീവാണ് വരുന്നത് ആ കുട്ടിക്ക്. പക്ഷെ അത് ഈ ഒരു പരിപാടിയുടെ ആൾക്കാർ മാർക്കറ്റ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. ഋഷിയുടെ കേസ് നോക്കുക, അതിനകത്ത് മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ ജാസ്മിന്റെ ഇൻട്യൂറ്റ്, നമ്മൾ ജാസ്മിനിലേക്ക് പോകുമ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അയാളുടെ ലൈഫിലെ ഒരു മോശം സ്വഭാവം അവിടെ പുറത്തു വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഋഷി, അൻസിബ, ഇവരിലേക്ക് നമ്മൾ നോക്കൂ. ഇവർക്കും നമ്മുടെ അൻസിബ പിന്നെയും പോവാ, അൻസിബയ്ക്ക് എങ്ങനെ ആരും വേണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ ഋഷിക്ക് വേണം. ഋഷി അതിന് കണ്ടെത്തിയത് അൻസിബ, അവർ കണക്റ്റഡ് ആയി. പക്ഷെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും ആയിരുന്നു, അവരത് ഭയങ്കരമായിട്ട് നന്നായിട്ട് കീപ്പ് ചെയ്തു. മനസ്സിലായില്ലേ? അത് ഋഷിക്ക് എന്ത് വന്നാലും താങ്ങാനുള്ള ഒരു തോളുണ്ട് അവിടെ അൻസിബയുടെ. എങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ചുഴിഞ്ഞു പോയി മറ്റേ വൃത്തികേടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നെഗറ്റീവ് സൈഡ് നമുക്ക് കാണാനില്ല. പക്ഷെ എന്തുകൊണ്ട് ജാസ്മിന്റെ അതിനകത്ത് വന്നു? എന്തുകൊണ്ട് വന്നു? അത് ജാസ്മിനും വേണം, ജാസ്മിന് വേണ്ടെന്നല്ല, ഒരു തോള് വേണം. പക്ഷെ ആ വെച്ച തോള് മാറിപ്പോയി. ആ വെച്ചത് ഒരു വള്ളിക്കെട്ടിന്റെ അടുക്കലായിപ്പോയി. അവൻ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഗെയിം കളിക്കാനായിട്ട് അവനപ്പോ അത് കയറി അങ്ങ് കുരുക്കി. ലാസ്റ്റ് രണ്ടുപേരും കൂടെ കിടന്നങ്ങ് കുരുങ്ങി നാറി. അതാണ് സംഭവിച്ചത്. അത് മാർക്കറ്റ് ചെയ്തു ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ, അത് മാർക്കറ്റ് ചെയ്തു, കാശുണ്ടാക്കി. പക്ഷെ അതിനകത്ത് പണി കിട്ടിയത് ആർക്കാ? ജാസ്മിന് പണി കിട്ടി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവളുടെ ഇമേജ്? ഇപ്പൊ തന്നെ അവളുടെ ഇമേജ് എന്താ? ആൾക്കാർ പുറത്ത് നെഗറ്റീവ് സംസാരിച്ച് കാശ് കൊടുക്കുക, മറ്റേ ഹിറ്റ് ആവുന്നുണ്ട്. പക്ഷെ അത് ബെനിഫിറ്റ് മൊത്തം ബിഗ് ബോസ് ക്രൂവിനാ. അതിനകത്ത് മാർക്കറ്റ് ചെയ്ത ആളുകൾക്കാ. ജാസ്മിന്റെ ലൈഫ് അവിടെ പോകുന്നു. അത് ആ കുട്ടി അതിനകത്ത് നിന്നിട്ട് 23 വയസ്സുള്ളതെന്ന് പറയുന്നു. പക്ഷെ എന്നാലും പെൺകുട്ടിയല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാണ് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോകും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വന്ന കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ എല്ലാവരും ചെല്ലുമ്പോൾ അവിടെ ചെയ്യുന്നത്. ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ പഠിപ്പിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സീരിയസ്ലി, മറ്റേ നെയിൽ കട്ടറിന് പകരം വായിക്കാത്ത കാലം വെച്ച് കടിക്കാനും വാട്ടവോ, അത് ഇതൊക്കെയാണ് അവളുടെ പേഴ്സണൽ ലൈഫില് ഭയങ്കരമായിട്ട് ബാധിക്കാൻ പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ അവൾ കാണിച്ച ഓരോ പരിപാടികൾ അത് ബാധിക്കും. അപ്പൊ ഈ ഒരു പരിപാടി കാരണം എന്താ സംഭവിക്കാൻ പോകുന്നത്? ജാസ്മിൻ ഒരു സെക്കൻഡോ ഫസ്റ്റോ വന്നാലും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് തകർന്നടിയും. നാട്ടുകാർ മൊത്തം മനസ്സിലാക്കി അവൾ എന്താണെന്നുള്ള സാധനം. നീ അല്ലെങ്കിൽ അതിനകത്തൊന്നും അവളൊന്നും പിക്കപ്പ് ചെയ്ത് പുറത്തൊന്നും ഇതൊക്കെ ഒന്ന് മാറണമെങ്കിൽ അടുത്ത സീസണോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത സീസണോ ഒക്കെ വരണം. എന്നാലും ജാസ്മിൻ എവിടെ പോയാലും അവൾക്ക് ഈ ഒരു നെഗറ്റീവ് മറ്റേ സീലടിച്ച് വെച്ച കണക്ക് കാണും. ഇനി അവളുടെ ഒരു ആളുകളുടെ മുന്നിൽ അവൾക്കുള്ള ഒരു ക്യാരക്ടർ, ആളുകൾ എങ്ങനെ അവളെ, എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. വൾഗറായിട്ട് കാണുന്ന ആളുകളുണ്ട്. അത് എനിക്ക് മനസ്സിലാവാൻ കാരണം ഞാൻ കുറെ കമന്റുകൾ കണ്ടപ്പോഴാണ്. അയ്യോ. പിന്നെ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറയാനുള്ളൊരു കാരണം, കുറെ പേര് എനിക്ക് വന്നിട്ട് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു. അതുകൊണ്ടല്ലാതെ എനിക്ക് കുറെ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഓരോ കുഞ്ഞു മറ്റേ കള്ളത്തരം പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ പറയൂ, ആളുകളെല്ലാം അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ വന്നു. അപ്പം റിയാക്ട് ചെയ്യാനും ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനെതിരെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തൂടെ? എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വീഡിയോ വഴി മാത്രമാണ്. അതല്ലാതെ പുറത്തു പോയി ഒരു കേസ് കൊടുക്കാം. കേസ് കൊടുത്തിട്ട് എന്തായിരിക്കും ഫലം? എന്തായിരിക്കും? ഇവിടുത്തെ വൻ ടീമൊക്കെ ഒരു അഡ്വക്കേറ്റ് എങ്ങാണ്ട് കൊണ്ട് കേസൊക്കെ കൊടുത്തത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എന്നിട്ട് എന്തായി അത്? സോ അതിനകത്തൊന്നും ഒരു കേസിലൊന്നും ഇതിനെതിരെ പോയിട്ടൊന്നും കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എല്ലാവരും മനസ്സിലാക്കി വെക്കണം, ഒരു പരിധിയിൽ കൂടുതൽ തലയിലേക്ക് എടുക്കണ്ട. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസിനെ നമുക്ക് ഇപ്പൊ ജാസ്മിൻ പോലൊരു വ്യക്തിയെ നമ്മൾ വാല്യൂ ചെയ്യും. അത് അതിനകത്തുനിന്ന് പറയുന്ന കാര്യങ്ങളും അവൾ കാണിക്കുന്ന കുറെ കാട്ടായങ്ങളും എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളും. പക്ഷെ അതൊരു ഗെയിമാണ് എന്നും കൂടെ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിട്ട് കളയണം. ഈ ഒരു പരിപാടി കഴിയുമ്പോൾ അത് വിട്ട് കളയണം. അത് പിന്നെ തലയിൽ വെച്ചിട്ട് അവളെ നാളെ കാണുമ്പോൾ അങ്ങനെ ചെയ്യാൻ പോകരുത്. അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. അവളെ നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാറ്റി നിർത്താൻ നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ നമ്മൾ ആരെയും
വലിച്ചു കീറാൻ പോകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അതൊന്ന് ഇറങ്ങാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് അവർക്ക് അവരുടെ ഒരു ലൈഫുണ്ട്, നമ്മളത് കുളമാക്കാൻ പാടില്ല. നമുക്കറിയാം എന്താണ് സത്യം എന്ന്, നമ്മുടെ ഉള്ളിൽ ഇരുന്നോട്ടെ, അത്രയും മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനോടൊക്കെ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് മനസ്സിലാവണം എന്തെങ്കിലും തെറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.